My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മീഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 257 എപ്പിസോഡിൽ കാലി സൾഫ്യൂറിക്കം എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ഈ ഔഷധത്തിൻ്റെ മെൻ്റൽ സിംറ്റംസ്, തലയുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസൊക്കെയാണ് കെൻ്റ് വിശദീകരിക്കുന്നത്. മെൻ്റൽ സിംറ്റംസ് വളരെ ശ്രദ്ധേയമാണ്. നിരവധി ലക്ഷണങ്ങൾ, സവിശേഷമായ നിരവധി ലക്ഷണങ്ങളുണ്ട്. അവിടെ പൾസാറ്റിലുമായിട്ടുള്ള കമ്പാരിസൺ, നേരത്തെ പൾസാറ്റിലുമായിട്ടുള്ള ഒരു ജനറൽ കണ്ടീഷനിലൊരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു, ഒരു ട്രയോ പോലെ അത് വരുന്നതിനെക്കുറിച്ച്. ഇവിടെ മെൻ്റൽ സ്ഫിയറിൽ പൾസാറ്റിലുമായിട്ടുള്ളൊരു വൈരുദ്ധ്യം അത് കൃത്യമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ നിരവധി മെൻ്റൽ സിംപ്റ്റംസ് ഉണ്ട്. തലയുമായിട്ട് ബന്ധപ്പെട്ടും ധാരാളം ശ്രദ്ധേയമായ ലക്ഷണങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം. ക്വയറ്റ് അൺലൈക്ക് പൾസാറ്റില, ദിസ് പേഷ്യൻ്റ് ഈസ് ഈസിലി ആങ്കേർഡ് ആൻഡ് ഒബ്സ്റ്റിനേറ്റ് ആൻഡ് വെരി ഇറിറ്റബിൾ. പൾസാറ്റിൽ നമുക്കറിയാം വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ മൈൽഡായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് പൾസാറ്റിലുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ക്വയറ്റ് അൺലൈക്ക്, തികച്ചും വിരുദ്ധമായി, വ്യത്യസ്തമായി, പെട്ടെന്ന് ദേഷ്യം വരുന്നു, വല്ലാതെ ഒരു ഒബ്സ്റ്റിനേറ്റ് നേച്ചർ, ഒരു യാതൊരു മയവുമില്ലാത്ത വ്യക്തി എന്ന് പറയില്ലേ, കടുംപിടുത്തക്കാരി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. വെരി ഇറിറ്റബിൾ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. എപ്പോഴും വളരെ അസ്വസ്ഥമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒരാൾ. സീംസ് ടു ബി തിങ്കിങ് ഓഫ് സംതിങ് ഫാർ അവേ. ഇത്തരം ആബ്സെൻറ്റ് മൈൻഡഡ്നെസ്, വളരെ വിദൂരമായ എന്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചോ അപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ല, വളരെ വിദൂരവും അന്യവും ഒക്കെ ആയിട്ടുള്ള എന്തോ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആങ്സൈറ്റി ഇൻ ഈവനിങ് ഇൻ ബെഡ്. ആങ്സൈറ്റി എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്, ഈവനിങ് ഇറ്റാലിക്സിലാണ്. സായാഹ്നത്തിൽ കിടക്കയിലായിരിക്കുമ്പോൾ, ഉറങ്ങാനൊക്കെ കിടക്കുന്ന സമയത്ത് ഉത്കണ്ഠ, അത് വളരെ പ്രൊമിനൻറ്റ് സിംറ്റമാണ്. ഡ്യൂറിങ് ദ നൈറ്റ് ആൻഡ് ഓൺ വേക്കിംഗ്, രാത്രിയിലും ഉണരാൻ നേരത്തുമൊക്കെ ഉണ്ട്, പക്ഷേ കിടക്കാൻ നേരത്തുള്ളതാണ് കൂടുതലും. ആവേർഷൻ ടു വർക്ക്, ടു ബിസിനസ് ആൻഡ് ടു കമ്പനി, അവിടെ പൾസാറ്റിലുമായിട്ട് സാദൃശ്യമുണ്ട്. ലൈക്ക് പൾസാറ്റില, ജോലിയോട് ഒരു വിരക്തി, ഒരു മടുപ്പ്, ബിസിനസ്സിനോട് മടുപ്പ്, കൂട്ടുകൂടലിനോട്, സുഹൃത്തുക്കളോട്, സൗഹൃദങ്ങളോട് മടുപ്പ്. കോൺസെൻട്രേഷൻ ഓഫ് മൈൻഡ് ഡിഫിക്കൽട്ട് ആൻഡ് വാണ്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് മനസ്സിന് ഏകാഗ്രമാക്കി ഒരു കാര്യത്തെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഈ ആവേർഷൻ ഓഫ് ബിസിനസ്സും കമ്പനിയും മറ്റുമൊക്കെ വരുന്നത് അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടാണ്, അതിൻ്റെ പിന്നിൽ കിടക്കുന്നതായിരിക്കും. കൺഫ്യൂഷൻ ഇൻ ദ ഈവനിങ് ആൻഡ് ഇൻ ദി മോർണിംഗ് ഇൻ എ വാം റൂം, അമീലറേറ്റ് ഇൻ ഓപ്പൺ എയർ. സായാഹ്നത്തിലും പ്രഭാതത്തിലും ആകെ ഒരു ആശയക്കുഴപ്പം, ചൂടുള്ള മുറിയിൽ അത് കൂടുന്നു, തുറസായ വായിൽ വരുമ്പോൾ അതിനൊരു ശമനമുണ്ട്. ഡൾനെസ് ഓഫ് മൈൻഡ്, അത് ഇറ്റാലിക്സാണ്, മനസ്സാകെ മന്ദീഭവിച്ചതുപോലെ. ഡിസ്കറേജ്ഡ് ആൻഡ് ഡിസ്കണ്ടന്റ് വിത്ത് എവറിത്തിങ്, എന്ത് കാര്യത്തിലും ഒരു ധൈര്യമില്ല, എന്തിനും ഒരു തൃപ്തിയുമില്ല. എക്സ്ട്രീംലി എക്സൈറ്റബിൾ ഇറ്റാലിക്സാണ്, അങ്ങേറ്റം പെട്ടെന്ന് ഉത്തേജിതമായി കൊടുപ്പെടും. ആൻഡ് മെൻ്റൽ എക്സേർഷൻ അഗ്രവേറ്റ്സും ഇറ്റാലിക്സാണ്. മാനസികമായ അധ്വാനം കൊണ്ട് ഈ ഒരു എക്സൈറ്റബിലിറ്റി വർദ്ധിക്കുകയാണ്. ഫിയർ അറ്റ് നൈറ്റ് ഓഫ് ഡെത്ത്സ്, ഓഫ് ഫാളിങ് ആൻഡ് ഓഫ് പീപ്പിൾ, രാത്രിയിൽ ഭയം, ഇതിനെക്കുറിച്ചൊക്കെ മരണത്തെക്കുറിച്ചുള്ള ഭയം, വീണുപോകുമോ എന്നുള്ള ഭയം, ആളുകളെ ഭയം. ഫ്രൈറ്റൻഡ് അറ്റ് ട്രൈഫിൾസ്, നിസ്സാര കാര്യങ്ങൾ മതി പെട്ടെന്ന് ഞെട്ടാൻ. ആൻഡ് ഫോർഗറ്റ്സ് വാട്ട് ഹി വാസ് ഗോയിങ് ടു ഡു ആൻഡ് ടു സേ, താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തായിരുന്നു പറയാൻ പോകുന്നിരുന്നത്, അതൊക്കെ മറന്നു പോകുന്നു. ഹി ഈസ് ഓൾവേസ് ഇൻ എ ഹറി, എപ്പോഴും ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുകയാണ്, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും തിരക്ക് പിടിച്ച് നടക്കുകയാണ്. ആസ് ഇഫ് എക്സൈറ്റഡ്, എന്തോ കൊണ്ട് ഉത്തേജിതമായതുപോലെ തിരക്ക് പിടിച്ച് നടക്കുകയാണ്. ഇംപേഷ്യൻ്റ് ആൻഡ് ഇംപെച്വസ്, ഒരു ക്ഷമയില്ല, അക്ഷമയുണ്ട്, എടുത്തുചാട്ടം. ഇംപെച്വസ് പേഷ്യൻ്റാണ്, എപ്പോഴും എടുത്തുചാട്ടം, അക്ഷമയും അടുത്തുചാട്ടവും, ഒരുപാട് അപകടം ഉണ്ടാക്കുന്നൊരു കാര്യമാണത്. ഹിസ്റ്റീരിക് ആൻഡ് എക്സൈറ്റഡ് ഇൻ ദി ഈവനിങ് ആൻഡ് മൈൻഡ് ആക്റ്റീവ്. സായാഹ്നത്തിൽ ഒരു ഹിസ്റ്റീരിക്കൽ നേച്ചർ, ആ ഉത്തേജിതാവസ്ഥ, മനസ്സ് വളരെ വളരെ സജീവമായിരിക്കുന്നു, അൺയൂഷ്വലി ആക്റ്റീവാണത്. കനോട്ട് മേക്ക് അപ്പ് ഹിസ് മൈൻഡ് ടു ഡു ആൻഡ് ആക്ട്, പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, മനസ്സ് ആക്റ്റീവൊക്കെയാണ്, പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അതിനുവേണ്ടി മനസ്സിനെ സജ്ജമാക്കാൻ ആൾക്കൊട്ട് സാധിക്കുന്നുമില്ല. വെരി ഇറിറ്റബിൾ ഇൻ ദ മോർണിംഗ് ഓൺ വേക്കിംഗ്,
പ്രഭാതത്തിൽ ഉണർന്നേക്കുമ്പോൾ ആകെ അസ്വസ്ഥമായിരിക്കുന്നു. ഇൻ ദ ഈവനിങ് ആൻഡ് ഡ്യൂറിങ് മെൻസസ്. സയനത്തിലുണ്ട്, ആർത്തവാലത്തുണ്ട്. മിസ്പ്ലേസസ് വേർഡ്സ് ഇൻ റൈറ്റിംഗ്. എഴുതാൻ നേരത്ത് വാക്കുകൾ മാറിപ്പോവും. ഓൾട്ടർനേറ്റിംഗ് മൂഡ്സ്. മനോഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടു, ഓൾട്ടർനേറ്റിംഗ് മൂഡ്സാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചതിലൊക്കെ കാണുന്നത്. ചേഞ്ചബിൾ ഡിസ്പോസിഷൻ. ഒരു മനോഭാവം മാറുന്നു. ഒരു മനോഭാവം പ്രത്യേക മനോഭാവത്തിലിരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ആ മനോഭാവത്തിന് മാറ്റം വരുന്നു. റെസ്റ്റ്ലെസ്നെസ് ഡ്യൂറിങ് മെൻസസ്. ആർത്തവകാലത്ത് അസ്വസ്ഥത. ലോ സ്പിരിറ്റഡ് മോർണിംഗ് ആൻഡ് ഈവനിങ്. പ്രഭാതത്തിലും സന്ധ്യയ്ക്കുമൊക്കെ മനസ്സാകി ഇടിഞ്ഞു പോയ പോലെ. ഓവർ സെൻസിറ്റീവ് നോയ്സ്. ഓവർ സെൻസിറ്റീവ് ഇറ്റാലിക്സ് ആണ്. ഒച്ചയോട്, സൗണ്ട് എന്നല്ല, നോയ്സ്, അനാവശ്യമായ ഒച്ചപ്പാട്, അതിനോട് വല്ലാതെ സംവേദനക്ഷമതയുണ്ട്. മെൻ്റൽ സിംറ്റംസ് ഫ്രം സെക്ഷുവൽ എക്സസസ്. മെൻ്റൽ ഇറ്റാലിക്സിലാണ്. ലൈംഗികമായ അമിതത്വം, അരാജകത്വമൊക്കെ കൊണ്ട് അയാളുടെ മാനസിക പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. വാക്കിംഗ് ഇൻ സ്ലീപ്പ്. ഷ്രീക്കിംഗ്. ഉറക്കത്തിൽ നടക്കൽ, ഉറക്കത്തിൽ ഒച്ചയുണ്ടാക്കൽ. ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ മാസങ്ങളിൽ തന്നെ, അതായത് ഡിഗ്രി 2ാം വർഷം പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. കൊച്ചിയിലുള്ള ഒരു അനാഥ മന്ദിരത്തിൽ 3 വയസ്സുള്ളപ്പോൾ എത്തിപ്പെട്ട് അവിടെ നിന്ന് പഠിച്ച് വളർന്നിരുന്നൊരു കുട്ടിയാണ് അവൻ. പഠിക്കാൻ മിടുക്കായ കാരണം കോളേജിൽ അയച്ചു, ഞങ്ങളൊരുമിച്ച് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇവൻ ഒരുവിധം മുതിർന്നു കഴിഞ്ഞപ്പോൾ താഴെയുള്ള ചെറിയ കുട്ടികളുടെ ചുമതല, ലീഡർ എന്ന പോലെ ചുമതല ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി കിടക്കും നോക്കണം, അങ്ങനെയൊക്കെയുള്ള ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. കാരണം പല തരക്കാരായ കുട്ടികളുണ്ട്, പണ്ട് നേരത്തെ ക്രിമിനൽ ഗ്യാങ്ങുകളിൽ പെട്ടുപോയിട്ടുള്ള കുട്ടികളുണ്ട്. അവരൊക്കെ എന്ത് സംഭവിക്കുമെന്നറിയില്ല. അപ്പോൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഉണർന്ന് കുട്ടികളുടെ എണ്ണ എടുക്കണം. ഇവൻ്റെ കൂടെ നിരത്തി കിടക്കുക. ഒരു കുട്ടിയെ കാണുന്നില്ല. നോക്കി ചെന്നപ്പോഴേക്കും ഒരിടത്തും കാണുന്നില്ല. എല്ലാവരും വിളിച്ചെഴുന്നേൽപ്പിച്ചു. എല്ലാവരും കൂടി തിരഞ്ഞപ്പോഴേക്കും പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാണുന്നത് മേലേൽ സൺഷെയ്ഡിലൂടെ, ഒരു കഷ്ടി 2 അടി വീതിയുള്ള സൺഷെയ്ഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കണ്ണടച്ച് നടക്കുകയാണ്. ഉറക്കത്തിലാണ്. വളരെ സാഹസികമായിട്ട് മറ്റാരെയൊക്കെ വിളിച്ചു വരുത്തി ഈ സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തിട്ട് ഈ കുട്ടിയെ പോയി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഉണരുന്നത്. ആൾ ഉറക്കത്തിലായിരുന്നു അപ്പോൾ മനസ്സിലാവുന്നത്. സ്ലീപ്പ് വാക്കിംഗ് ആയിരുന്നു. പിന്നീടും ഈ പ്രശ്നം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ അവരെ അതൊരു ഡോക്ടറായിരിക്കും, ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞു, ആളെ കെട്ടിയിടാൻ പറഞ്ഞിട്ട് തോർത്തുകൊണ്ട് കെട്ടിയിടുമായിരുന്നു, കാല് കെട്ടിയിടുമായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം എന്നിട്ടും അവൻ പലരും അസ്വസ്ഥത ഉണ്ടാക്കും, ഉറക്കം പ്രശ്നം, വായു ബുദ്ധിമുട്ടാണ്, ഒച്ചപ്പാടൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞൊക്കെ ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞാണ് ഞാനിത് വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു, ഇങ്ങനത്തെ ഹോമിയോപ്പതിയിൽ ഇതിന് ചികിത്സയുണ്ട്. അപ്പോൾ മറ്റേ ന്യൂറോളജിസ്റ്റിൻ്റെ ചികിത്സയൊന്നും അതുകൊണ്ട് വലിയ മെച്ചം കിട്ടില്ലെന്ന് മാത്രമല്ല, ആളൊരു ഡള്ളായി തീരുകയും ചെയ്തു. എപ്പോഴും സ്ലീപ്പി ആയിപ്പോയി. ഞാൻ നോക്കുന്നത് ശരിയാക്കാം. പക്ഷെ അന്ന് ബാബുചേട്ടനൊക്കെയായിട്ടൊക്കെ അന്നങ്ങനെ ഒരു ബന്ധമില്ല. ഒരു 2 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരോട് പറഞ്ഞിട്ട്, ഈ കുട്ടിക്കന്ന് മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഉറക്കത്തിൽ കെട്ടഴിച്ച് വിട്ട് എഴുന്നേറ്റ് നടക്കും. അപ്പോൾ ഞാൻ ബാബുചേട്ടത്ത് കൊണ്ടുപോയി. ബാബുചേട്ടൻ കേസെടുത്തു. മരുന്നെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, കാനിസൾഫ് ആയിരുന്നില്ലെന്ന് തോന്നുന്നു, മറ്റെന്തോ ഔഷധമായിരുന്നു. ഏതായാലും ഒരു 6 മാസത്തെ ചികിത്സ കൊണ്ട് അവൻ്റെ ആ ഒരു പ്രശ്നം മാറിപ്പോയി. മറ്റൊരുപാട് വയറിൻ്റെ പ്രശ്നം, ഉറക്കപ്രശ്നം ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ആൾ സുഖപ്പെട്ടു പോയി. ഈസിലി സ്റ്റാർട്ടിൽഡ് ഫ്രം ഫ്രൈറ്റ് ഓൺ ഫാളിങ് അസ്ലീപ്പ് ആൻഡ് ഡ്യൂറിങ് സ്ലീപ്പ്. പെട്ടെന്ന് ഞെട്ടും, ഭയം കൊണ്ട് ഞെട്ടും, ഉറക്കത്തിൽ താഴേക്ക് വീഴുന്നു എന്ന് തോന്നിയിട്ട് ഞെട്ടും, വെറുതെ ഉറക്കത്തിലും ഞെട്ടും. ഡ്യൂറിങ് സ്ലീപ്പ് എന്നുള്ളത് ഇറ്റാലിക്സാണ്. ഇൻഡിസ്പോസ് ടു ടോക്ക്. സംസാരിക്കാൻ ഇഷ്ടമല്ല, സംസാരിക്കാൻ ഒരു അനിഷ്ടം. ഹി ടോക്സ് ഇൻ സ്ലീപ്പ്. പക്ഷെ ഉറക്കത്തിൽ സംസാരിക്കും. ജനറൽ ടിമിഡിറ്റി ഇറ്റാലിക്സാണ്. പൊതുവെ ആളൊരു ഭീരുവാണ്, ഭീരുത്വമുള്ളൊരു വ്യക്തിത്വമാണ് പൊതുവെ. ജനറൽ ടിമിഡിറ്റി. വീപ്പിംഗ്, എപ്പോഴും വിതുമ്പിക്കൊണ്ടിരിക്കും. ദ വെർട്ടിഗോ ഈസ് എ പ്രൊമിനൻറ്റ് ഫീച്ചർ ഇൻ ദ ഈവനിങ് ഇൻ എ വാം റൂം, aggravated after eating, aggravated during headache, aggravated looking upwards with nausea, must lie down, objects turn in a circle, aggravated sitting, aggravated rising up and standing, ameliorated in open air. അപ്പോൾ തയ്യാറക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ലക്ഷണമാണ് കാലിസൾഫിൽ. അത് സായാഹ്നത്തിലുണ്ട്, ചൂടുള്ള മുറിയിലുണ്ട്, ആഹാരം കഴിച്ചതിന് ശേഷം വർദ്ധിക്കുന്നു, തലവേദനയുള്ള സമയത്ത് വർദ്ധിക്കുന്നു,
മുകളിലേക്ക് നോക്കുമ്പോൾ തലകറക്കം മുകളിലേക്ക് ഒരുപാട് പേർക്കുള്ള മുകളിലേക്ക് നോക്കുമ്പോൾ തലകറക്കം വർദ്ധിക്കുന്നു. ഓക്കാനത്തോടുകൂടി വരുന്നു. കിടക്കണം, ചുറ്റുമുള്ള വസ്തുക്കൾ ഇങ്ങനെ കിടന്ന് ചുറ്റുന്നു. ഇരിക്കാൻ നേരത്ത് വർദ്ധിക്കുന്നു. എഴുന്നേൽക്കുമ്പോൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ വർദ്ധിക്കുന്നു. നിൽക്കുമ്പോൾ വർദ്ധിക്കുന്നു. തുറസായ വായുവിൽ ശമനമുണ്ട്. അത് ജനറൽ കണ്ടീഷനാണ്. ഫീൽസ് ഈസ് ഫോളിങ് ഫോർവേഡ്, മുന്നോട്ട് വീണുപോകുമോ എന്നുള്ളൊരു ആശങ്ക. ഹി സ്റ്റാഗേഴ്സ്, നടക്കാൻ നേരത്തെ ഇങ്ങനെ ആടി ആടി നടക്കുന്നു, സ്റ്റഡിയായിട്ട് നടക്കാൻ പറ്റുന്നില്ല, സ്റ്റാഗറിങ്. ബോയിങ് സെൻസേഷൻ ഇൻ ദ ഹെഡ് ആൻഡ് കോൾഡ്നെസ് ഓഫ് വെർട്ടക്സ്, ഒരു പരസ്പര വിരുദ്ധവും തോന്നാം. തലയിൽ ഇങ്ങനെ തിളച്ചു മറിയുന്ന പോലുള്ള തോന്നൽ, അത് ചൂടാകണമെന്നില്ല, തിളച്ചു മറിയില്ല, ചൂടാകണമെന്നില്ല, ഒരു ബബ്ലിങ് സെൻസേഷൻ. ആൻഡ് കോൾഡ്നെസ് ഓഫ് വെർട്ടക്സ്, ഉച്ചയിൽ തണുക്കുന്നു, തണുപ്പ് ഫീലിംഗ്. ഹൈപ്പറീമിയ ഇൻ ബെഡ് ഓൺ കോഫിംഗ് ആൻഡ് ഇൻ എ വാം റൂം, കിടക്കാൻ നേരത്ത് ചുമക്കാൻ നേരത്ത് ചൂടുള്ള മുറിയിലൊക്കെ ആയിരിക്കുമ്പോൾ ചോര ഇങ്ങനെ ഇരച്ചു കയറുന്നത് പോലെ. കൺസ്ട്രക്ഷൻ ലൈക്ക് എ ബാൻഡ് ഓർ ക്ലോസ് ഫിറ്റിംഗ് ക്യാപ്പ്, തലയിൽ ഒരു ചുറ്റ് കെട്ടിയ പോലെയോ അല്ലെങ്കിൽ ഒരു മുറിയ തൊപ്പി വെച്ചുള്ള പോലുള്ള ഒരു തോന്നൽ, ഇങ്ങനെ ഞെരുങ്ങിയ പോലെ തോന്നൽ. കൺസ്ട്രക്ഷൻ ഓഫ് ഫോർഹെഡ്, നെറ്റിയിലിങ്ങനെ വിങ്ങി ചുരുങ്ങി കെട്ടിയ പോലെ ഇരിക്കുന്നൊരു അനുഭവം. മച്ച് ഡാൻഡ്രഫ്, താരം ധാരാളമായിട്ടുണ്ട്. ഇറക്ഷൻസ് ഓൺ സ്കാൽപ്പ്, ക്രസ്, എക്സീമ, മോയിസ്റ്റ്, സ്റ്റിക്കി, പിമ്പിൾസ്, സ്കെയിലിംഗ്. അപ്പോൾ തലയോടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. താരം കൂടാതെ തന്നെ വരട്ടുചെറി പോലെയുണ്ട്, പരുക്കളുണ്ട്, ഈർപ്പമുള്ള പരുക്കൾ, ഒട്ടുന്ന പോലുള്ള സ്രവങ്ങൾ, മോക്കുരു പോലുള്ള ഇറപ്ഷൻസ്, സ്കെയിലിങ്, ചിതമ്പൽ പോലുള്ള. ഫുൾനെസ് ഇൻ ഹെഡ് ആൻഡ് ഹെയർ ഫാൾസ് ഔട്ട്, തല ഇങ്ങനെ നിറഞ്ഞ പോലെ ഹെയർ ഫാൾസ്, മുടി കൊഴിഞ്ഞു പോകുന്നു. ഇറ്റാലിക്സാണ്. മുടി കൊഴിച്ചിൽ ധാരാളം പേരെ ബുദ്ധിമുട്ടിക്കുന്നൊരു പ്രശ്നമാണത്. അത് നമ്മൾ നിരവധി ഔഷധങ്ങളിലുണ്ട്. ജനറൽ കണ്ടീഷൻ എഗ്രി ചെയ്യുകയാണെങ്കിൽ നിരവധി ഔഷധങ്ങൾ അത് സുഖപ്പെടുത്തും. ഹീറ്റ് ഇൻ ഹെഡ് ഇൻ എ വാം റൂം, ചൂടുള്ള മുറിയിലായിരിക്കുമ്പോൾ തലയിൽ ചൂട്. ഹീറ്റ് ഇൻ ഫോർഹെഡ് ഇറ്റാലിക്സിലാണ്, നെറ്റിയിൽ ചൂട്. ഫ്ലഷസ് ഓഫ് ഹീറ്റ്, ഇങ്ങനെ ചുട്ടുനീറ്റിൽ എന്നൊക്കെ പറയുന്ന പോലെ. ഹെവിനെസ് ഓഫ് ഹെഡ് മോർണിംഗ് ഇൻ ഫോർഹെഡ് ഇൻ ഓക്സിപ്യൂട്ട്, തലയിൽ ഭാരം, അത് രാവിലെ നെറ്റിയിൽ, തലയുടെ പിൻഭാഗത്ത്. ഇച്ചിങ് ഓഫ് ദ സ്കാൽപ്പ് ഇൻ ദ മോർണിംഗ്, തലയോട്ടിയിൽ ചൊറിച്ചിൽ രാവിലെ. ദ ബ്രെയിൻ ഫീൽസ് ലൂസ്, തലച്ചോറ് ഇളകിയതുപോലെ. സെൻസേഷൻ ഓഫ് മൂവ്മെന്റ്സ് ഇൻ ഹെഡ് ഓൺ മൂവിങ് ദ ഹെഡ്, തല അനക്കുമ്പോൾ തലയിൽ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ, സഞ്ചാരം എന്നൊക്കെ പറയില്ലേ. ദർ ആർ ന്യൂമറസ് ഹെഡ് ഏക്സ്, നിരവധി തരം ഹെഡ് ഏക്സ് ഉണ്ട്. പെയിൻ മോർണിംഗ് ഓൺ വേക്കിംഗ്, രാവിലെ എഴുന്നേക്കാൻ നേരത്ത്. ഈവനിങ് ആൻഡ് നൈറ്റ്, ഈവനിങ് ക്യാപിറ്റലിലാണ്, ഇറ്റാലിക്സ് നൈറ്റ് ഇറ്റാലിക്സിലാണ്. അഗ്രിവേറ്റ് ഫ്രം എ ഡ്രാഫ്റ്റ്, ചെറിയൊരു കാറ്റ് മതി വർദ്ധിക്കും. ഡ്യൂറിങ് ചിൽ ടേക്കിംഗ് കോൾഡ്, കുളിരും പനിയൊക്കെ ഉള്ള സമയത്ത് തണുപ്പടിക്കുന്നു. ഡ്യൂറിങ് കൊറൈസ, ജലദോഷത്തിൻ്റെ സമയത്ത്. ഓൺ കോഫിംഗ് ആഫ്റ്റർ ഈറ്റിംഗ് വെൻ ഹീറ്റഡ് ഫ്രം വാം റൂം. ജാറിങ് ഡ്യൂറിങ് മെൻസസ്. മോഷൻ ഓഫ് ദ ഹെഡ്, പ്രഷർ. അപ്പോൾ ന്യൂമറസ് ഹെഡ് ഏക്സ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. എല്ലാത്തരം തലവേദന ഉണ്ടെന്ന് അർത്ഥം. പേഷ്യൻറ്റിന് ജനറൽ കണ്ടീഷൻ കാലിസൾഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാത്തരം തലവേദനയും ഇത് സുഖപ്പെടുത്തുന്ന അർത്ഥം. ഇറ്റ് ഈസ് അമീൽറൈഡ് ഇൻ ഓപ്പൺ എയർ, ഈ മൊഡാലിറ്റീസ് നോക്കുക. തുറസായ വായുവിൽ ശമിക്കുന്നു. ഇൻ കോൾഡ് എയർ, തണുത്ത വായുവിൽ ശമിക്കുന്നു. ലൈയിങ്, കിടക്കുമ്പോൾ ശമിക്കുന്നു. റൊമാറ്റിക് ഹെഡ് ഏക്സ് ഇൻ ഈവനിങ്, ഹെഡ് അഗ്രിവേറ്റഡ് വാം റൂം, അഗ്രിവേറ്റ് മൂവിങ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ് ഓർ ബാക്ക്വേർഡ്സ്. അപ്പോൾ റൊമാറ്റിക് ഹെഡ് ഏക്സിൻ്റെയും മൊഡാലിറ്റി ഇതാണ്. തല ചലിപ്പിക്കാൻ നേരത്ത് വർദ്ധിക്കുന്നു. ഒരു വശത്ത് നിന്ന് മറ്റു വശത്തേക്കോ പിൻവശത്തേക്കോ ചലിപ്പിക്കുമ്പോൾ വർദ്ധിക്കുന്നു. കാറ്റാറൽ ഹെഡ് ഏക്സ്, ഗ്യാസ്ട്രിക് ഹെഡ് ഏക്സ്. ദ അഗ്രിവേഷൻ ഓഫ് ഹെഡ് ഏക്സ് ബൈ മോഷൻ ഈസ് ആൻ എക്സെപ്ഷൻ. അപ്പോൾ ചലിക്കുന്നതുകൊണ്ട് തലവേദന വർദ്ധിക്കുന്നു പറയുന്നത് ഒരു എക്സെപ്ഷണൽ സിംറ്റമാണിത്. ആൻഡ് ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു ലേൺ വാട്ട് ഫർദർ പ്രൂവിങ്സ് ആൻഡ് ഒബ്സർവേഷൻസ് ബ്രിങ് ഫോർത്ത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഫർദർ പ്രൂവിങ്സ് കൊണ്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പറയുന്നത്. ദ പെയിൻസ് ആർ പൾസേറ്റിംഗ്, അഗ്രിവേറ്റ് ഷേക്കിംഗ് ഹെഡ് ആഫ്റ്റർ സ്ലീപ്പ്, സ്നീസിംഗ്, സ്റ്റാൻഡിംഗ്, സ്റ്റെപ്പിംഗ് ഹെവിലി, സ്റ്റൂപ്പിംഗ്, സ്ട്രെയിനിങ് ദ ഐസ്, അഗ്രിവേറ്റ് ഇൻ വാം റൂം. അപ്പോൾ വേദനകൾ വിങ്ങുന്ന പോലെ വേദന, തല അനക്കുമ്പോൾ വർദ്ധിക്കുന്നു, ഉറക്കത്തിന് ശേഷം വർദ്ധിക്കുന്നു, തുമ്മുമ്പോൾ വർദ്ധിക്കുന്നു, നിൽക്കുമ്പോൾ വർദ്ധിക്കുന്നു, ഉറക്കെ ചവിട്ടുമ്പോൾ ചവിട്ടിക്കയറുമ്പോൾ വർദ്ധിക്കുന്നു, മുന്നോട്ടായുമ്പോൾ, കണ്ണിന് ആയാസം വരുമ്പോൾ, ചൂടുള്ള മുറിയിൽ വാം റൂം ഇറ്റാലിക്സിലാണ്. ഇവിടെയൊക്കെ അഗ്രവേഷൻസ് ഉണ്ട്. ദ പെയിൻസ് ആർ വയലൻറ്റ്, ശക്തമായ വേദനയാണ്. വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ അമീറൈഡ്സ്, തുറസായ വായുവിൽ നടക്കാൻ നേരത്ത് അതിന് ശമനം കിട്ടും. പെയിൻ എക്സ്റ്റൻസ് ടു ഐസ് ആൻഡ് ഫോർഹെഡ്,
കണ്ണിലേക്കും നെറ്റിയിലേക്കും അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന അങ്ങോട്ട് നീണ്ടുവരുന്ന തലവേദന. പെയിൻ ഇൻ ഫോർഹെഡ് മോർണിംഗ് ഈവനിങ് അഗ്രവേറ്റ് ആഫ്റ്റർ ഈറ്റിംഗ്. നെറ്റിയിൽ വേദന പ്രഭാതത്തിൽ സായാഹ്നത്തിലുണ്ട്. ആഹാരം കഴിച്ചാൽ വർദ്ധിക്കും. പലപ്പോഴും തലവേദന ആഹാരം കഴിച്ചാൽ കുറയുക എന്നുള്ളതാണ്. ആഹാരം കഴിക്കുമ്പോൾ വർദ്ധിക്കുന്നൊരു തലവേദന. പെയിൻ ഓവർ ഐസ്, കണ്ണിൻ്റെ മുകളിൽ വേദന, അത് വിറ്റാലിക്സിലാണ്. പെയിൻ ഇൻ ഒക്സിപ്യൂട്ട് സൈഡ്സ് ഓഫ് ഹെഡ് ടെമ്പിൾസ്, തലയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് വേദന. ദ പെയിൻസ് ആർ ബോറിങ്, തുളച്ചു കയറുന്ന പോലെ, ബേണിങ് പൊള്ളുന്ന പോലെ, ബേസ്റ്റിംഗ് പൊട്ടിത്തെറിക്കുന്ന പോലെ, ഡ്രോവിങ് വലിക്കുന്ന പോലെ, ജെർക്കിംഗ്, പ്രസ്സിങ്, സ്റ്റിച്ചിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ ഹെഡ് ആൻഡ് സൈഡ്സ് ഓഫ് ദ ഹെഡ്, സൈഡ്സും ക്യാപിറ്റലാണ്. ചുരുക്കി പറഞ്ഞാൽ ന്യൂമറസ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ അത്രയും കണ്ടെടുത്താൽ മതി. ഒരു മൊഡാലിറ്റീസും ജനറൽ കണ്ടീഷൻസും എഗ്രി ചെയ്യുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട തലവേദനയെല്ലാം സുഖപ്പെടുത്തും. വിശേഷിച്ചും ആഹാരം കഴിക്കുമ്പോൾ വർദ്ധിക്കുന്നത്. സ്റ്റണ്ണിങ്, ടിയറിങ്, പൾസേറ്റിംഗ് ഒക്സിപ്യൂട്ട്, ഞെട്ടിക്കുന്ന തരത്തിൽ, വലിച്ചു കയറുന്ന തരത്തിൽ, ഒക്സിപ്യൂട്ട് പിൻഭാഗത്ത് വിങ്ങുന്ന തരത്തിൽ, സൈഡ്സ് ഓഫ് ദ ഹെഡ്, ടെമ്പിൾസ്, വെർട്ടെക്സ്, ഉച്ചിയിലും എല്ലായിടത്തും ടെമ്പിൾസിലും ഒക്കെ വിങ്ങുന്ന പോലെ, ഷോക്സ് ഇൻ ഹെഡ്, തലയിലിങ്ങനെ ആഘാതം വരുന്ന പോലെ, ഇൻ സൈഡ്സ് ഓഫ് ദ ഹെഡ്, തലയുടെ വശങ്ങളിൽ, മോസ്റ്റ്ലി ഇൻ റൈറ്റ് സൈഡ്. ഈ ഷോക്ക് പോലെ വരുന്നത് വലതുവശത്താണ് കൂടുതൽ വരുന്നത്. ഒരുവിധപ്പെട്ട തലവേദനകളെല്ലാം ഇത് കവർ ചെയ്യുന്നുണ്ട്. ജനറൽ കണ്ടീഷൻസും അതിൻ്റെ കൃത്യമായിട്ട് മൊഡാലിറ്റീസ് പറയുന്നുണ്ട്. അതൊക്കെ എഗ്രി ചെയ്യുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ തലവേദനയും സുഖപ്പെടുത്തും. ഒരുപാട് മാനസിക ലക്ഷണങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റാതെ പഠനത്തിലും ജോലിയിലും ബിസിനസ് ശ്രദ്ധിക്കാതിരിക്കുന്ന ആളുകൾ, നിരവധി മാനസിക ശാരീരിക പ്രശ്നമുള്ളവരെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ ഒരു ഔഷധമാണിത്. ഇതിനെക്കുറിച്ചുള്ള ധാരാളം വിശദാംശങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.